ഹലോ എവരിവൺ, ടാലി ERP9 സോഫ്റ്റ്വെയർ എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നമ്മൾ ടാലി ERP9 ഓർ ടാലി പ്രൈം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ERP9ലും പ്രൈമിലും ഒരേപോലെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. രണ്ടിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കമ്പനി ക്രിയേഷൻ ആണ്. അതിൽ ആദ്യം ഞാൻ ERP9ന്റെ എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടാലി പ്രൈമിൽ എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. ഡെസ്ക്ടോപ്പിൽ കാണാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ടാലി ERP9 എന്ന സോഫ്റ്റ്വെയർ. ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ഉടനെ ഡിഫോൾട്ടായിട്ട് അതൊരു കമ്പനി കാണാം. അപ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് Alt F1 എന്ന കീ പ്രസ് ചെയ്യാം. അപ്പോൾ സൈഡിലൊരു ബോക്സ് കാണാം. കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് സൈഡിൽ വരും. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ക്രിയേറ്റ് കമ്പനി എൻ്റർ ചെയ്യുക. അപ്പം ഒരു വലിയ ബോക്സ് കാണാം. അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ മോഡാണ്, നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് കമ്പനി നെയിമും സ്റ്റേറ്റും മാത്രം കൊടുത്താൽ മതി. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം നമ്മളിതിൽ ജസ്റ്റ് ഒരു കമ്പനി നെയിമും സ്റ്റേറ്റും മാത്രം കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ ചെയ്ത് സ്റ്റേറ്റിൻ്റെ അവിടെ കേരള എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് എക്സെപ്റ്റ് യെസ് ഓർ നോ എന്നുള്ളൊരു ബോക്സ് കാണാം. അത് എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മുടെ കമ്പനി പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ടാലി അക്കൗണ്ടിങ് വളരെ എളുപ്പത്തിൽ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ബേസ് ക്ലാസ് മുതൽ നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ വരെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. വെറും 30 ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ടാലി അക്കൗണ്ടിങ് പഠിക്കാം. ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, എരഞ്ഞിപ്പാലം, കോഴിക്കോട്. ഇവിടെ ടാലി അക്കൗണ്ടിങ്ങിന് ഇന്റർനാഷണൽ പ്ലസ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.